എൻ്റെ പേര് ജുവൽ ഷാജി. ഈ കഴിഞ്ഞ ഹാർബർ അസിസ്റ്റന്റ് എഞ്ചിനീയർ എക്സാമിൽ എനിക്ക് 3rd റാങ്ക് കിട്ടി. ബിടെക് പഠിക്കുന്ന സമയം തൊട്ടേ എനിക്ക് മനസ്സിൽ ഒരു അസിസ്റ്റന്റ് എഞ്ചിനീയർ ആവണമെന്ന് ഭയങ്കരമായ ആഗ്രഹം ഉണ്ടായിരുന്നു. ഗവൺമെന്റ് ഫീൽഡിൽ എങ്ങനെയെങ്കിലും കയറി പറ്റണമെന്ന് ഭയങ്കര ഒരു ആഗ്രഹം ഉണ്ടായിരുന്നു. ബിടെക് കഴിഞ്ഞപ്പോൾ തന്നെ ഞാൻ സിവിലിയൻസിൽ കോണ്ടാക്ട് ചെയ്തു. ആ ഒരു കമ്മ്യൂണിക്കേഷൻ എനിക്ക് നല്ലൊരു വഴിത്തിരിവായി തീർന്നു. ഒരു AE ആവാൻ എനിക്ക് 3 വർഷം എടുത്തു. ഈ 3 വർഷവും ഞാൻ വേറെ ഒന്നിനും പോയില്ല. കോൺസ്റ്റന്റ് ആയിട്ട് ഇതിൽ തന്നെ നിന്നു. സിവിലിയൻസിന്റെ റാങ്ക് ബൂസ്റ്റർ കോഴ്സ് എനിക്കിപ്പോൾ ഈ കഴിഞ്ഞ പരീക്ഷയിൽ എന്നെ ഭയങ്കരമായിട്ട് ഹെൽപ്പ് ചെയ്തു. അത് നമുക്ക് പ്രയറായിട്ട് ഇവർ ഒരു സബ്ജക്റ്റ് പറയും, നെക്സ്റ്റ് ഡേ വന്ന് അതിൻ്റെ കുറേ ക്വസ്റ്റ്യൻസ് ചെയ്യിപ്പിക്കും. ആ ക്വസ്റ്റ്യൻസ് മിക്കവാറും പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് ആയിരിക്കും ഫ്രം ഓൾ ദ ഡൊമൈൻ. അതായത് IAS-ന്റെ, ഗേറ്റിൻ്റെ, അതർ സ്റ്റേറ്റ് PSC ക്വസ്റ്റ്യൻസ്, കേരള സ്റ്റേറ്റ് PSC ക്വസ്റ്റ്യൻസ്, അങ്ങനെ എല്ലാ തരത്തിലുള്ള പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസും ഒരുമിച്ച് നമുക്ക് ആ ഒറ്റ പ്ലാറ്റ്ഫോമിൽ കൊണ്ടുവന്ന് പ്രാക്ടീസ് ചെയ്യാനുള്ള ഒരു അവസരമായിരുന്നു. അത് ഇപ്പോൾ ഈ 3rd റാങ്കിന് വേണ്ടി ആ ഒരു റാങ്ക് ബൂസ്റ്റർ കോഴ്സ് എന്നെ ഭയങ്കരമായിട്ട് ഹെൽപ്പ് ചെയ്തിട്ടുണ്ട്. ഓരോരുത്തരും സെൽഫായിട്ടുള്ളൊരു പാത്ത് വെച്ചേക്കണം പരീക്ഷയ്ക്ക് മുന്നേ. എങ്ങനെയാണ് നിങ്ങളത് ചെയ്യാൻ പോകുന്നതെന്നുള്ളത് ആത്മാർത്ഥമായിട്ട് ട്രൈ ചെയ്ത് ഫുൾ ഇൻപുട്ട് ഇട്ട് ഇതിനു വേണ്ടി ഭയങ്കര ഹാർഡ് വർക്ക് ചെയ്യുവാണെങ്കിൽ ഓട്ടോമാറ്റിക്കലി നിങ്ങൾക്ക് മനസ്സിലാവും ലൈക്ക് ഹൗ യു ഷുഡ് പ്രിപ്പയർ യുവർ സെൽഫ് ഫോർ ദിസ് എക്സാം. ഒരൊറ്റ പോയിന്റ് പോലും ലീസ്റ്റ് ഇമ്പോർട്ടൻ്റ് ആണ് തരുന്നത്. എല്ലാം ഇമ്പോർട്ടൻ്റ് ആണ്. ഒന്നും ഇമ്പോർട്ടൻ്റ് അല്ലാത്ത സാധനങ്ങളൊന്നുമില്ല. സത്യം പറഞ്ഞാൽ ഈ ഒരു അക്കാഡമിയുടെ ഏറ്റവും വലിയൊരു പോസിറ്റീവ് തിങ് ആയിട്ട് ഞാൻ കണ്ടത്, നമുക്ക് ഇവരൊരു ഫാമിലി പോലെ ആവും നമ്മൾ. ഞാൻ കണ്ടിട്ടുള്ള സിവിലിയൻസ് എന്ന് പറഞ്ഞ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ അതൊരു ഭയങ്കര ഒരു ഫാക്ടറാണ്. വേറെ ഇൻസ്റ്റിറ്റ്യൂട്ട്സിലൊന്നും ഞാൻ ഇങ്ങനെ കണ്ടിട്ടില്ല. നിങ്ങൾ പോകുന്ന സിറ്റുവേഷനിൽ കൂടെ ഇനി നിങ്ങളുടെ കൂടെ പോകാനുള്ളതാരാ? നമ്മുടെ ഈ കൂടെ ഇരിക്കുന്ന, ഈ ക്ലാസ് റൂമിൽ നമ്മുടെ കൂടെ ഇരിക്കുന്ന ഫ്രണ്ട്സാണ്. നിങ്ങൾ ഫേസ് ചെയ്യാൻ പോകുന്ന സെയിം സാധനം ഇനി ഫ്യൂച്ചറിൽ ഫേസ് ചെയ്യാൻ പോകുന്ന ആൾക്കാർ. അവരുമായിട്ട് നല്ല മെന്റൽ കണക്ഷൻസ് വെക്കുക. കാരണം നമുക്കൊരു ഫ്യൂച്ചറിൽ ഒരു ഡൗൺഫോൾ ഉണ്ടാകുമ്പോൾ ഇവരായിരിക്കും നമ്മളെ സപ്പോർട്ട് ചെയ്യാൻ കാണത്തുള്ളൂ. കുറേ വിഷമങ്ങളുണ്ടായപ്പം ഇവിടുന്ന് എൻ്റെ കൂടെ പഠിച്ച ഫ്രണ്ട്സ് ആയിരുന്നു എന്നെ കൂടുതൽ സപ്പോർട്ട് ചെയ്തത്.